പുറമെ നല്ല ക്രിസ്പി ആയിട്ടും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതിനായിട്ട് 1.5 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. പച്ചരി നന്നായിട്ട് കഴുകി ഒരു 3-4 മണിക്കൂർ കുതിർത്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു 3 ഏലക്ക പഞ്ചസാരയും കൂടി കൂട്ടി പൊടിച്ചതാണ് കേട്ടോ ചേർക്കുന്നത്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർക്കാം. നെയ്യപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് 2 ടേബിൾ സ്പൂൺ മൈദയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ കൂടി ചേർക്കാം. ഇനി 3 ക്യൂബ് ശർക്കര പാനിയാക്കിയത് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കാം. അരയ്ക്കുമ്പോൾ ഒരുപാട് ഫൈനായിട്ട് അരയ്ക്കരുത് കേട്ടോ. കുറച്ച് തരിതരിപ്പോട് കൂടിയിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ അരച്ചെടുക്കാൻ. ഇനി ഈ മാവ് ഒരു 8 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ട് നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ നെയ്യിൽ കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് വറുത്തെടുത്ത ശേഷം അതും കൂടി ഈ മാവിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. ഇനി പാത്രം വെച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം അതിലേക്ക് മാവ് കോരി ഒഴിക്കാം. ഒരു തവി കൊണ്ട് നെയ്യപ്പത്തിൻ്റെ മുകളിലേക്ക് എണ്ണ കുറേശ്ശെ കോരി ഒഴിച്ച് കൊടുക്കുക. പൊങ്ങി വരുമ്പോഴേക്കും തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ വറുത്ത് കോരാം. ക്രിസ്പിയും സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബും ചെയ്യണേ.